നമ്മുടെ ഈ പുതിയ ആഴത്തിലുള്ള അന്വേഷണത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. അടുത്ത നഗരത്തിലേക്കുള്ള ദൂരം നമ്മൾ വെറും മില്ലിമീറ്ററിൽ അളക്കാൻ ശ്രമിക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഹോ, അതൊരു ഭ്രാന്തൻ പരിപാടിയായിരിക്കും അല്ലേ? ഒരുപാട് സമയം പോകും. അതെ, ശരിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് പരിശോധിക്കുന്ന ഡാറ്റകൾ കാണിക്കുന്നത് ബഹിരാകാശത്തെ അതിവിശാലമായ ദൂരങ്ങൾ വെറും കിലോമീറ്ററിൽ അളക്കാൻ ശ്രമിക്കുന്നതും ഇതുപോലെ തന്നെ അപ്രായോഗികമാണെന്നാണ്. തീർച്ചയായും. ഭൂമിയിലെ അളവുകൾ അവിടെ ഒന്നിനും കൊള്ളില്ല. അതായത് അവിടുത്തെ ദൂരങ്ങൾ അത്രത്തോളം വലുതാണ്. സാധാരണ കണക്കുകൾ നമ്മളെ ആകെ കുഴപ്പത്തിലാക്കും. അപ്പോൾ ബഹിരാകാശത്ത് നമ്മൾ എന്ത് വെച്ചാണ് ഈ ദൂരം അളക്കുന്നത്? തുടക്കത്തിൽ തന്നെ ശാസ്ത്രജ്ഞർ എന്താണ് ഉപയോഗിക്കുന്നത്? അവിടെയാണ് ആസ്ട്രോണോമിക്കൽ യൂണിറ്റ്, അതായത് AU എന്ന അളവ് നമ്മൾ ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത്. ഇത് വളരെ ലളിതമായ ഒന്നാണ്. അതായത് നമ്മുടെ സൗരയൂഥത്തിനുള്ളിലെ അളവുകളാണോ? അതെ അതെ. ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ശരാശരി ദൂരമായ ആ ഒരു 150 ദശലക്ഷം കിലോമീറ്ററിനെ നമ്മൾ ഒരു യൂണിറ്റായി എടുക്കും. അതാണ് ഒരു AU. ഓ, അപ്പോൾ നമ്മൾ ആ വലിയ പൂജ്യങ്ങൾ ഒഴിവാക്കാൻ അത് ഉപയോഗിക്കുന്നു അല്ലേ? ഉദാഹരണത്തിന് സൂര്യനിൽ നിന്ന് പ്ലൂട്ടോയിലേക്കുള്ള ദൂരം പറയാൻ അപ്പോൾ വെറും 40 AU എന്ന് പറഞ്ഞാൽ മതിയാകും. കൃത്യം. അത് വളരെ എളുപ്പമാണ്. നമ്മുടെ സൗരയൂഥത്തിനുള്ളിൽ ദൂരം അളക്കാൻ ഈ AU വളരെ അനുയോജ്യമാണ്. ശരി. പക്ഷെ നമ്മൾ സൗരയൂഥം കടന്ന് പുറത്തേക്ക്, അതായത് മറ്റു നക്ഷത്രങ്ങളിലേക്ക് പോകുമ്പോൾ ഈ അളവ് മതിയാകുമോ? ഇല്ല. അവിടെ ഈ AU തീരെ പോരാതെ വരും. കാരണം നക്ഷത്രങ്ങൾക്കിടയിലുള്ള ദൂരം നമ്മൾ ചിന്തിക്കുന്നതിലും വലുതാണ്. അവിടെയാണ് നമ്മൾ പ്രകാശവർഷം, ലൈറ്റ് ഇയർ എന്ന ആശയം കൊണ്ടുവരുന്നത്. കേൾക്കുമ്പോൾ അതൊരു സമയമാണെന്ന് തോന്നുന്നു. പക്ഷെ ശരിക്കും അതൊരു ദൂരമല്ലേ? അതെ. പ്രകാശം ഒരു വർഷം കൊണ്ട് ശൂന്യതയിലൂടെ സഞ്ചരിക്കുന്ന ദൂരമാണിത്. അതായത് ഏകദേശം 9.46 ട്രില്യൺ കിലോമീറ്റർ. വലിയൊരു സംഖ്യയാണത്. അത് ഭയങ്കര വലുതാണ്. ഇതിലെന്നെ എപ്പോഴും അത്ഭുതപ്പെടുത്തുന്നൊരു കാര്യമുണ്ട്. നമ്മൾ ആകാശത്തേക്ക് നോക്കുമ്പോൾ ശരിക്കും ഭൂതകാലത്തേക്കാണ് നോക്കുന്നത്, അല്ലേ? ശരിയാണ്. പ്രപഞ്ചം ശരിക്കും ഒരു വലിയ ടൈം മെഷീൻ പോലെയാണ് പ്രവർത്തിക്കുന്നത്. നമ്മുടെ ഡാറ്റയിലുള്ള ആൻഡ്രോമിഡ ഗാലക്സിയുടെ കാര്യം തന്നെ എടുക്കാം. നമ്മൾ അതിനെ ടെലിസ്കോപ്പിലൂടെ കാണുമ്പോൾ അത് 2.5 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് എങ്ങനെയായിരുന്നു എന്നാണ് കാണുന്നത്. അതെ. കാരണം ആ പ്രകാശം അത്രയും സമയമെടുത്താണ് ഇവിടെ എത്തിയത്. ആ പ്രകാശം അവിടെ നിന്ന് പുറപ്പെടുമ്പോൾ ഭൂമിയിൽ മനുഷ്യരുണ്ടായിട്ട് പോലുമില്ല. വാവ്, അത് കേൾക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു തോന്നലാണ്. അപ്പോൾ പ്രകാശവർഷം വളരെ രസകരമായ ഒരു അളവാണ്. എന്നിട്ടും ശാസ്ത്രജ്ഞർ എന്തിനാണ് ഈ പാർസെക് എന്നൊരു പുതിയ വാക്കുപയോഗിക്കുന്നത്? അതൊരു നല്ല ചോദ്യമാണ്. പ്രകാശവർഷം കേൾക്കാൻ രസകരമാണെങ്കിലും ദൂരമളക്കുന്ന ശാസ്ത്രജ്ഞർക്ക് കൃത്യമായൊരു ഗണിതശാസ്ത്ര രീതി ആവശ്യമാണ്. എന്തെങ്കിലും ഉപകരണം വെച്ച് അളക്കാനാണോ? അതെ. നമ്മൾ ഒരു കണ്ണടച്ച് തള്ളവിരലിലേക്ക് നോക്കുമ്പോൾ പശ്ചാത്തലത്തിൽ അതിന്റെ സ്ഥാനം മാറുന്നതായി തോന്നാറില്ലേ? ആ ഒരു ടെക്നിക്കാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. പാരലാക്സ് പ്രതിഭാസം. നമ്മൾ നോക്കുന്ന ആംഗിൾ മാറുമ്പോൾ സംഭവിക്കുന്നതല്ലേ? കൃത്യം, അത് തന്നെ. ഭൂമി സൂര്യനെ ചുറ്റുമ്പോൾ നക്ഷത്രങ്ങളുടെ സ്ഥാനത്തിൽ വരുന്ന മാറ്റം ഈ പാരലാക്സ് വെച്ച് അളക്കാം. ഒരു ആർക്ക് സെക്കൻഡ് പാരലാക്സ് ഉണ്ടാക്കുന്ന ദൂരത്തെയാണ് നമ്മൾ ഒരു പാർസെക് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതൊരു കോൺ ഉപയോഗിച്ചുള്ള അളവാണ്. ഇതിന്റെ മൂല്യം എത്ര വരും? വെറും പ്രകാശവർഷമായിട്ട് പറയാൻ പറ്റുമോ? തീർച്ചയായും. ഒരു പാർസെക് എന്നത് ഏകദേശം 3.26 പ്രകാശവർഷമാണ്. 1838 ഫ്രീഡ്രിക് ബെസൽ 61 സിഗ്നി എന്ന നക്ഷത്രത്തിന്റെ ദൂരം ആദ്യമായി അളന്നത് ഈ രീതിയിലാണ്. അപ്പോൾ പാർസെക് വെറും ഒരു സംഖ്യയല്ല, ആകാശത്തുനിന്ന് നേരിട്ട് ദൂരം കണ്ടെത്താനുള്ള ഒരു ടൂളാണല്ലേ? ശരി. നമ്മുടെ റിസർച്ചിൽ എന്നെ ശരിക്കും കുഴപ്പത്തിലാക്കിയ മറ്റൊരു കണക്കുണ്ട്. അതെന്താണ്? പ്രപഞ്ചത്തിന് 13.7 ബില്യൺ വർഷം മാത്രമാണ് പ്രായമെന്ന് നമ്മൾ പറയുന്നു. എന്നാൽ നമുക്ക് കാണാൻ കഴിയുന്ന പ്രപഞ്ചത്തിന്റെ ദൂരം 46.6 ബില്യൺ പ്രകാശവർഷമാണ്. ഇതെങ്ങനെ ശരിയാകും? ഒറ്റ നോട്ടത്തിൽ അതൊരു വൈരുദ്ധ്യമായി തോന്നും. പക്ഷേ പ്രകാശം നമ്മളിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന അതേ സമയം തന്നെ പ്രപഞ്ചം വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് പ്രകാശം പുറപ്പെടുമ്പോൾ ആ ഗാലക്സി നമുക്കടുത്തായിരുന്നു, അല്ലേ? അതെ. എന്നാൽ ആ പ്രകാശം നമ്മളിലേക്കെത്താൻ എടുത്ത സമയം കൊണ്ട് പ്രപഞ്ചം അതിവേഗം വികസിച്ചു. അങ്ങനെ ആ ഗാലക്സി ഇപ്പോൾ 46 ബില്യൺ പ്രകാശവർഷം അകലെയായി മാറി. ശരിക്കും ഒരു റബ്ബർ ബാൻഡ് വലിച്ചു നീട്ടുന്ന പോലെ. നമ്മൾ അളക്കുന്നത് സ്ഥിരമായ ഒന്നിനെയല്ല, വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നിലാണല്ലേ? തീർച്ചയായും. അതുകൊണ്ടാണ് ഈ കണക്കുകൾ ഇത്ര വലുതാകുന്നത്.
നമ്മുടെ അളവുകോലുകൾ അപ്പോൾ ഇതിനനുസരിച്ച് നിരന്തരം വളരേണ്ടി വരും. ചുരുക്കത്തിൽ നമ്മൾ മില്ലിമീറ്ററിൽ തുടങ്ങി ഇപ്പോൾ ഈ വലിയ പ്രപഞ്ചത്തിന്റെ വികാസം വരെ എത്തി നിൽക്കുകയാണ്. നിങ്ങൾക്ക് സ്വന്തമായി അന്വേഷിക്കാൻ വിചിത്രമായൊരു കാര്യം കൂടി ഞാൻ പറയാം. തീർച്ചയായും. അതെന്താണെന്ന് പറഞ്ഞോളൂ. പ്രപഞ്ചം ഇപ്പോൾ പ്രകാശത്തേക്കാൾ വേഗത്തിൽ വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനർത്ഥം നമ്മളിൽ നിന്ന് അകന്നുപോകുന്ന പല ഗാലക്സികളിൽ നിന്നുള്ള പ്രകാശം ഇനി ഒരിക്കലും ഭൂമിയിലെത്തില്ല എന്നാണ്. അവ ഇരുട്ടിലേക്ക് എന്നേക്കുമായി മറഞ്ഞുപോകും. അങ്ങനെയെങ്കിൽ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഈ പ്രപഞ്ചത്തെ ഭാവി തലമുറ എങ്ങനെയായിരിക്കും അളക്കുക? അത് ശരിക്കും ആലോചിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അടുത്ത തവണ കാണുന്നതുവരെ ചിന്തിക്കുക.